കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും പ്രത്യേകം എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മളെ കരിക്ക് സീരീസ് കണ്ടപ്പോൾ അതിലൊരു സംഭവം ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതായത് കരിക്ക് സീരീസിലെ കഥയല്ല, ഞാൻ അതിൽ വരുന്ന വീഡിയോൻ്റെ ഫ്രെയിം സൈസ് ഉണ്ടല്ലോ, നമ്മുടെ റേഷ്യോ, ഇതാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം എന്തൊക്കെയോ മാറ്റം. ഇത് എങ്ങനെ ഇത് വന്നു, ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിടന്നില്ല. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ അതാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ അവരത് ചെയ്തു, അല്ലെങ്കിൽ ആ ഫ്രെയിം സൈസ് മാറ്റി. ഫ്രെയിം സൈസ് പറയുന്നത് ഞാൻ പറയുന്നത് റേഷ്യോ ആണ്. റേഷ്യോ സൈസ് എന്തിനും മാറ്റി. അങ്ങനെ ഇതിങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇതിൻ്റെ ഒരു മെസ്സേജ് കണ്ടത്. സാധാരണ കേരളത്തിലെ എല്ലാവരും അപ്ഡേറ്റ് പറഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും ഞാൻ പറയാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ അപ്ഡേറ്റ് വന്നതാണ്. പുതിയ അപ്ഡേറ്റ് നേരത്തെ നമ്മളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ കരിക്ക് അവർ സീരീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് സ്ക്വയർ ആയിട്ടുള്ള സൈസാണ്, അതായത് 4:3 ആണ്. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ വീഡിയോ 4:3 ആണ്. ഈ സൈസിലുള്ള വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 2025 ഫുൾ മാറ്റങ്ങളായിരിക്കും എന്നുള്ളത്. ഒന്ന് അതാണ് ഈ സൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഷോർട്സ് ഇനി 3 മിനിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭൂരിഭാഗം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും ഈ 3 മിനിറ്റ് ആയി എന്നുള്ളതൊക്കെ. പക്ഷെ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഷോർട്സിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പല സ്റ്റോറീസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ പല കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഥകൾ പറയുമ്പോൾ എനിക്കിത് കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു 50 സെക്കൻഡ് ആക്കുന്ന സമയത്ത് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ കാരണം നമ്മളെ കഥ കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒക്ടോബർ 15 ശേഷം ആ അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. അതുപോലെ 3 മിനിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ഷോർട്ടിൻ്റെ രൂപത്തിൽ വീഡിയോ നല്ലപോലെ കയറിപ്പോയാൽ അതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ റവന്യൂ കൂടാൻ സാധ്യതയുണ്ട്. കാരണം റവന്യൂ 50 സെക്കൻഡിൻ്റെ റവന്യൂ ആയിരിക്കില്ല 3 സെക്കൻഡിന് കിട്ടുക. അപ്പോൾ അതും ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 യൂട്യൂബ് നിങ്ങളെ റിച്ചാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. നിങ്ങൾക്ക് നല്ല സംഭവങ്ങൾ വരുന്നുണ്ട്. ആരും വീഡിയോസ് ചെയ്യുന്ന നിർത്തമൊന്നും വേണ്ട. പുതിയ കാര്യം വരുമ്പോൾ അതിലേക്ക് മാറാൻ ശ്രമിക്കുക. അതിലേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് നല്ല ടോപ്പിക്കുകളായിട്ട് വരിക. അപ്പോൾ എന്തായാലും പുതിയ സാധ്യതകൾ യൂട്യൂബ് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റ് ആണ്. പിന്നെ ഷോർട്ട് ഫീൽഡിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടെ അറിയാലോ. നമ്മളിപ്പോൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10, 20, 25 വ്യൂസ് വരുന്നവർക്ക് ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000, 1500, 2000 വരും. അതിപ്പോൾ ഇത് വലിയ കുറച്ചൊരു 3 മിനിറ്റിലെ വീഡിയോസിന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ ആദ്യം ഒരു വീഡിയോ ചെയ്ത പോലെ നമുക്കൊരു ഡോപ്പമിൻ ബൂസ്റ്റൊക്കെ ഉണ്ടാവും. കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള താല്പര്യം വരും. അപ്പോൾ എല്ലാവർക്കും പുതിയ അപ്ഡേറ്റ് നല്ലൊരു വാർത്തയാണ്. പിന്നെ അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസും മറ്റേ അങ്ങനെയുള്ള ഈ കണ്ടന്റ് ഐഡി ക്ലെയിം അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ വ്യൂ ബ്ലോക്ക് ആക്കുമെന്നാണ് പറയുന്നത്. അതായത് വിസിബിലിറ്റി ബ്ലോക്ക് ആക്കും. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കണ്ടന്റ്, ഓൺ കണ്ടന്റ് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിനെ നമുക്ക് പല കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. വേറെ കുറേ ടോപ്പിക്കുകൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിതൊക്കെ നിങ്ങളോട് പറയണം എന്ന് തോന്നി. എൻ്റെ ചാനൽ സബ് ചെയ്ത എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം 2500 സബ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയും സക്സസ് ആവട്ടെ. നിങ്ങളുടെ വീഡിയോയും സബും വാച്ച് ഓവറും എല്ലാം കൂടട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.